ഹലോ അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെൻ്റെ പെരുന്നാൾ ഡ്രസ്സും പിന്നെ എൻ്റെ പെരുന്നാൾക്ക് ഞാൻ എന്തൊക്കെയാണോ വീട്ടിലുണ്ടാക്കിയത് അതൊക്കെ വളരെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ ഞാൻ മന്തിയും പിന്നെ അൽഫാം പീസ് പറഞ്ഞാൽ ചെറിയ അൽഫാമാണെന്ന് വെച്ചാൽ ചെറിയ പീസാക്കിയാണ് ഉണ്ടാക്കിയത്. വലിയ പീസിലല്ല അൽഫാം ഉണ്ടാക്കിയ, ചെറിയ പീസിൽ അൽഫാമിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചിക്കനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സും അതൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഇടേണ്ട വീഡിയോ ആണ്, എനിക്ക് ഇടാൻ ടൈം കിട്ടിയില്ല. പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂല്ലോ വീട്ടിൽ, അപ്പം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിന്. അപ്പം നമ്മൾ ചിക്കന് പിന്നെ അൽഫാമിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ വലിയ പീസാക്കിയിട്ട് തന്നെയാണ് വെട്ടിയത്. അപ്പോൾ ഞാനത് എന്താക്കി ചെറുതാക്കിട്ടോ. അപ്പം അതിക്ക് വേണ്ട സാധനങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, സൺഫ്ലവർ ഓയിൽ, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ചെറിയൊരു നാരങ്ങ, അതുപോലെ ഉണക്കമുളക് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് കുതിർത്തതാട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മളതൊക്കെ ആയിക്കിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത് എല്ലാം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് മാവ് ആക്കി കൊടുക്കുക. അതിന് നമ്മൾ ഈ അരിപ്പൊക്കെ പാടെ അതിന് പിടിപ്പിച്ചണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കുറച്ച് മസാല ഇതിലേക്ക് ഇടണുള്ളൂ കേട്ടോ. പോവുക ഇങ്ങനെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മസാല പിടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് എന്തായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം, കാരണം നല്ലവണ്ണം അടച്ച് വെക്കണം കേട്ടോ. അതിലേക്ക് വെള്ളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഒരിക്കലും കടന്ന് ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. ചിലൊരു പേപ്പറോ അല്ലെങ്കിൽ കവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അടച്ച് പോകാൻ നെറുവിലൊരു മൂടി വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ മൂടിയുണ്ട്, അത് തന്നെ വെച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ചാർക്കോള കത്തിച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് അതിൽ ചാർക്കോള വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളത് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ പുകയൊക്കെ ഉണ്ടല്ലോ, ആ പുകയൊക്കെ ഇതൊന്ന് ആയതിന് ശേഷം അപ്പോഴും നമുക്കൊരു അൽഫാമിൻ്റെ ഒരു ഫീല് വരുള്ളൂ കേട്ടോ, ആ ഒരു ചോയൊക്കെ വരുള്ളൂ. അങ്ങനെ നമ്മളത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാനും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചതാണ് കേട്ടോ. അത് അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഞാനിത് എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം, അപ്പോൾ ഫ്രൈ ആക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി എടുത്തതാണ്. ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്കൊരു ഗ്രേവി ആക്കാണ്ട് അതിന് ഞാൻ ടൊമാറ്റോ സോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഗ്രേവി ആക്കി എടുക്കാണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് മന്തി ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കൂളിയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മന്തി ഉണ്ടാക്കണം കേട്ടോ. കാരണം വീട്ടിൽ നിന്നൊക്കെ 1:30-2 മണിയാവും വരാനെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ നേരം വൈകി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള അരിഞ്ഞെടുക്കുന്ന സവാള അരിയണം, അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമുക്കിനി ഇവിടെ നിന്ന് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുനോക്കാം. ചൂടാക്കാം കേട്ടോ. മതിയോ? ജ്യൂസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ജ്യൂസ് എടുത്ത് തക്കാളി ജ്യൂസ് ഉണ്ടായിരുന്നു. ഒക്കെ കാണിക്കുന്നു അതില്ല, എന്താ പറയുക, ആദ്യം കപ്സ കുറച്ച് മതി. നമുക്ക് തോന്നിട്ടുണ്ട് ഓണക്കായി കുറച്ചിടാനേ ഉണ്ടാവുള്ളൂ. ഇനി നാരങ്ങ 2 ഇടണോ? 2 മതി, ഒന്നല്ല കേട്ടോ. 2 ഇടല്ലേ, 2 ക്യൂബും ഇടാം, പ്രശ്നമില്ല. അതിൽ 2 മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് 2 മതി.
മതിയാവും. തക്കാളി സോസും ഇട്ടാണ്ട് സോസാണ് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് പറയുന്നത് ചിക്കൻ ഒക്കെ എടുത്തിട്ട് കൊടുക്കാം. ഇത് കടന്ന് ഇങ്ങനെ വെന്തിച്ച് ഇത് വെന്ത് നോക്കിയാണ് ഒന്നുകൂടി വെള്ളം പാകാം. ചാർക്കോളം ഇത് വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ചോദിച്ചു രണ്ടാളൊറ്റക്കുള്ളൂ നാളത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ചോദിച്ചിട്ടുണ്ട് കുട്ടികളില്ലേ ചോദിച്ചിട്ട്. അത് കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾ പള്ളി ഇറക്കിയതോടെ ഇത് വെന്ത് വെള്ളം അറിയാം. പിന്നെ വെള്ളം ഇല്ല പാകാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് വെച്ചിട്ടാണ്ട് വെച്ചാലും കുഴപ്പമില്ല. നമുക്കിത് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഇപ്പം എന്തൊക്കെയാ ഇട്ടേ? എന്നിട്ട് കൊണ്ടുവരേ ചെറുതമായിട്ട് കൊടുക്കണം. ചോക്കുവാണ് ചിക്കനായിട്ട് ഇട്ടെടുക്കാം. ചിക്കൻ അവിടെ വെച്ചെടുത്തിട്ടേ ചാർക്കോള തിച്ചണം. ചാർക്കോള തിച്ച ഇവിടെ ചാർക്കോള് വെക്കാം കേട്ടോ. അപ്പം നമ്മളെ മന്തി ഇതാ ഇവിടെ ഇനി ചാർക്കോൾ എടുക്കട്ടെ. നമ്മൾ ചാർക്കോൾ കത്തിച്ചാണ് കേട്ടോ. ഗ്യാസ് മേലെ ഇവിടെ മറ്റേ അടുപ്പില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ചിക്കന് കരിഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചു കരിഞ്ഞതാണ്. അത് കരിഞ്ഞതല്ല. നമുക്ക് ഈ പാത്രത്തേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മൂട് ഇവിടെ കിടക്കട്ടെ കേട്ടോ.
അപ്പം നമ്മൾ മൂടി ദമ്മിട്ടിച്ചിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് പണി വേറെ ഉണ്ട്. ഇനി സോസുകളൊക്കെ ഉണ്ടാക്കട്ടെ. മുൻഭാഗം ഹായ്, ഇതാണ് ചാർക്കോൾ എടുക്കട്ടെ. ചാർക്കോൾ എടുക്കട്ടെ. ചാർക്കോളെ പിന്നെ നമുക്ക് ഈ മന്തിൻ്റെ പൈസ നിങ്ങൾക്ക് ഇഷ്ടമല്ല ആരെങ്കിലും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറിൽ തന്നെ ഷർട്ട് ഉണ്ട്, പക്ഷെ അത് അന്ന് ഇട്ടില്ല കേട്ടോ. അന്ന് ബ്ലേക്ക് ഇട്ട്, ഇക്കവേ ബ്ലേക്ക് ഇട്ട്. പിറ്റേന്നാണ് ഞങ്ങൾ ആ ഷർട്ട്. ഞാൻ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ ഇവിടെ വെക്കട്ടെ. ഞാൻ പോകാൻ പോകും. വീട്ടിലേക്ക് പോവാണ്. ഇന്ന് നാളെ വരുള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകളെ വീട്ടിലേക്ക് പോവാണ്ട്, ഇക്കാൻ്റെ ഫ്രണ്ട്സുകളെ വീട്ടിലേക്ക് പോവാണ്ട്, ഇക്കാൻ്റെ ഫാമിലീൻ്റെ വീട്ടിലേക്ക് പോവാണ്ട്. അങ്ങനെ എല്ലായിടത്തും കൂടി പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തുന്നത് പെരുന്നാൾ കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. അത്രേ ദിവസം ഞങ്ങൾ എല്ലായിടത്തും കുറേ സ്ഥലത്തേക്ക് ഇറങ്ങി അങ്ങനെ പോയി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇക്കാൻ്റെതും ഇതുപോലെ തന്നെ ഷർട്ടാണ്, പക്ഷേ ആ ഷർട്ട് തന്നിട്ടില്ല. അന്ന് ബ്ലേക്ക് ഇടാന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലേക്ക് ഇട്ടു. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി നിൽക്കൽ. വണ്ടി ഞങ്ങൾ കാര്യം നിൽക്കുക.